വെൽക്കം ടു ഹാപ്പി ലൈഫ് TV. ഭർത്താവിന് ഭാര്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ് ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. ആക്സെപ്റ്റൻസ് കിട്ടുന്ന ഭാര്യ വീട്ടിലുണ്ടെങ്കിൽ ആ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം വീട് സൗന്ദര്യമുള്ളതായിരിക്കും. ഒരു ഭർത്താവിന് ഒരു ഭാര്യയുടെ പിന്തുണ, അഥവാ അക്സെപ്റ്റൻസും അതുപോലെ തന്നെ സപ്പോർട്ടും, പിന്തുണയും സ്വീകാര്യതയും ഏത് തരത്തിലാണ് കിട്ടേണ്ടത്, അല്ലെങ്കിൽ എപ്പോഴാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറുന്നത്? ഒരു ഭർത്താവ് പ്രയാസം നേരിടുന്ന, പ്രതിസന്ധികൾ നേരിടുന്ന ഘട്ടത്തിൽ സ്വന്തം ഭാര്യയിൽ നിന്ന് കിട്ടുന്ന പിന്തുണ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എസ്പെഷ്യലി വെൻ ഹി ഫെയിൽസ്, ഭർത്താവ് പരാജയപ്പെടുന്ന സമയത്ത് സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടാവാം, ജോലിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാവാം, മറ്റു പലതരത്തിലുള്ള പ്രയാസങ്ങൾ നേരിടുന്ന സമയത്ത് സ്വന്തം ഭാര്യ കൊടുക്കുന്ന പിന്തുണ എന്ന് പറയുന്നത് അത് ലോകത്ത് ഒരാൾക്കും കൊടുക്കാൻ കഴിയാത്ത വളരെയധികം വാല്യൂഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, വളരെയധികം മൂല്യവത്തായിട്ടുള്ള ഒരു കാര്യമാണ്. ഭർത്താവ് സാമ്പത്തികമായി പ്രയാസം നേരിടുന്ന സമയത്ത്, വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ അതില്ല, ഇവിടെ ഇതില്ല, നിങ്ങൾ എവിടെയായിരുന്നു മനുഷ്യ, വീടിനെ കുറിച്ച് ഒരു ചിന്തയുമില്ല, എന്നെക്കുറിച്ചോ മക്കളെക്കുറിച്ചോ ഒരു ധാരണയും നിങ്ങൾക്കില്ലെന്നും പറഞ്ഞ് ഒരുപാട് പരാതിയുമായി കടന്നു വരുന്ന ഒരു ഭാര്യയാണ് വീട്ടിലുള്ളതെങ്കിൽ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വീട് നരകമായിരിക്കും. ഓപ്പോസിറ്റ് ആണെങ്കിൽ വീട് സ്വർഗവുമായിരിക്കും. അപ്പോൾ ഭർത്താവിന്റെ അവസ്ഥകൾ അനുസരിച്ചുകൊണ്ട് ഭർത്താവ് പ്രയാസപ്പെടുന്ന സമയത്ത്, പ്രതിസന്ധികൾ ഉണ്ടാവുന്ന സമയത്ത് ഞാനുണ്ട് മനുഷ്യ നിങ്ങളുടെ കൂടെ, ചേട്ടാ നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട കാര്യമില്ല, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്ന സമയത്ത് ഒന്നുകൊണ്ടും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭർത്താവിന് അൺകണ്ടീഷണലായി ആ സമയത്ത് പിന്തുണ കൊടുക്കുന്ന, അക്സെപ്റ്റൻസ് കൊടുക്കുന്ന ഒരു ഭാര്യയാണ് വീടിന്റെ ഒരു വസന്തം എന്ന് പറയുന്നത്. ചില ആളുകൾ പറയാറുണ്ട്, കൂട്ടുകാരൊക്കെ കൂടി നിൽക്കുന്ന സമയത്ത് എടാ നമുക്ക് വീട്ടിൽ പോടാ എന്ന് പറയുന്ന സമയത്ത് ചില പുരുഷന്മാര് പറയാറുണ്ട്, എടാ ഇപ്പൊ പോണ്ടടാ, ഒരു 11 മണിയെങ്കിലും ആയിട്ട് പോടാ, എന്താ കാര്യം, എടാ വീട്ടിൽ ഭാര്യ ഉണ്ടടാ, ആ മൂഥയെ വീട്ടിലുണ്ട്, ഒരു 11 മണി ആയി കഴിഞ്ഞ് വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവൾ ഉറങ്ങിക്കാണും, മനുഷ്യന് സ്വസ്ഥത കിട്ടും, വീട്ടിൽ പോയി കഴിഞ്ഞാൽ സമാധാനം കിട്ടുമെന്ന് പറയാറുണ്ട്. ഇത്തരത്തിൽ ഒരുപാട് പരാതികളുമായി ഭർത്താവിനെ പ്രയാസപ്പെടുത്തുന്ന ഭാര്യമാരുള്ള വീടിനെ കുറിച്ചാണ്, അത്തരം കേന്ദ്രങ്ങളെ കുറിച്ചാണ്, വീടുകളെ കുറിച്ചാണ് ഭർത്താവിന് അതൊരു യക്ഷി ഭവനമായിട്ടും മറ്റൊരു മൂധേവികളായിട്ടും ഒക്കെ തോന്നാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് അതാണ്. എന്റെ പ്രിയപ്പെട്ട മൈ ഡിയർ സിസ്റ്റേഴ്സ്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ മനസ്സിലാക്കുക, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ലോകത്തുള്ള മുഴുവൻ ആളുകളും എതിർത്താലും കുഴപ്പമില്ല, സ്വന്തം ഭാര്യയുടെ അംഗീകാരം ഒരു ഭർത്താവിനുണ്ടെങ്കിൽ അത് മതി. ലോകത്തിന്റെ മുഴുവൻ അംഗീകാരം കിട്ടിയിട്ടും സ്വന്തം ഭാര്യയുടെ അംഗീകാരം സ്വന്തം വീട്ടിലേക്ക് കടന്നു വരുന്ന സമയത്ത്, കാരണം ജീവിതം എന്ന് പറയുന്നത് കുടുംബമാണ്, ലൈഫ് ഈസ് ഫാമിലി, ഫാമിലി ഈസ് ലൈഫ്. വീട്ടിലേക്ക് കടന്നു വരുന്ന സമയത്ത് അവിടെ പിന്തുണ ഇല്ലെങ്കിൽ പിന്നെ ആ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ നഷ്ടമായിരിക്കും. അപ്പോൾ ഇത്തരം ഘട്ടങ്ങളിൽ, പ്രത്യേകിച്ചും പ്രതിസന്ധികൾ നേരിടുന്ന സമയത്ത് ഒരു ഭർത്താവിന് ഭാര്യ കൊടുക്കുന്ന പിന്തുണയാണ് ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത്. ഞാൻ ഓർക്കുകയാണ്, മലപ്പുറം ജില്ലയിലെ ഞാൻ അറിയുന്ന ഒരു സുഹൃത്ത് ഒരു തവണ അദ്ദേഹത്തിന്റെ ഒരു അനുഭവം എന്റെ അടുത്ത് പറഞ്ഞു. അദ്ദേഹം ഡിഗ്രിയൊക്കെ പഠിച്ച് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പഠനമൊക്കെ കഴിഞ്ഞ് അദ്ദേഹം 2-3 വർഷം ജോലിയൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞ് ബിസിനസ്സിലേക്ക് അദ്ദേഹം ഇറങ്ങി. അദ്ദേഹം നന്നായി ബിസിനസ് ചെയ്തു, പാർട്ട്ണറായിട്ട് അദ്ദേഹം പാർട്ട്ണർഷിപ്പ് ഒക്കെ എടുത്ത് ബിസിനസ് തുടങ്ങി. വളരെ മനോഹരമായിട്ട് ആ ബിസിനസ് മുന്നോട്ട് പോകുന്നതിനിടയിൽ അദ്ദേഹം ഒരുപാട് പലതരത്തിലുള്ള പുതിയ പുതിയ സംവിധാനങ്ങളും അദ്ദേഹം ആരംഭിച്ചു. അങ്ങനെ പല ബിസിനസിന്റെയും ഭാഗമായി അദ്ദേഹം മുന്നോട്ട് പോയി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അത്യാവശ്യം നല്ല സമ്പത്തുണ്ടാക്കുകയും അദ്ദേഹത്തിന്റെ ആ വീടിന്റെ പരിസരത്തുള്ള ഏറ്റവും നല്ല വീട്, ആ പരിസരത്തുള്ള ഏറ്റവും നല്ല വീട് അദ്ദേഹം സ്വന്തമായി ഉണ്ടാക്കുകയും ഏറ്റവും നല്ല വാഹനം സ്വന്തമാക്കുകയും വളരെ നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടെ ജീവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതിനിടയിൽ വർഷങ്ങൾ കഴിഞ്ഞ സമയത്ത് അദ്ദേഹത്തിന്റെ മുഴുവൻ ബിസിനസ്സുകളും പരാജയപ്പെടുകയും ചില ക്രൈസിസുകൾ വരികയും മുഴുവൻ ബിസിനസ്സുകളും പരാജയപ്പെട്ടു പോവുകയും അങ്ങനെ അദ്ദേഹത്തിന്റെ വസ്തുക്കളും വീടും എല്ലാം വിറ്റ് ഒരു വാടക വീട്ടിലേക്ക് അദ്ദേഹം മാറുകയും എന്നിട്ടും അദ്ദേഹത്തിന് 80 ലക്ഷം രൂപ കടമായി പോവുകയും ചെയ്തു. എന്നിട്ട് ഇദ്ദേഹം എന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഒരു ദിവസം വാടക വീട്ടിൽ, നേരത്തെ വളരെ വലിയ വീട്ടിൽ എല്ലാ സംവിധാനങ്ങളോടും സൗകര്യത്തോടും കൂടെ ജീവിച്ചിരുന്ന ഞാൻ എന്റെ ഭാര്യയെയും മക്കളെയും കൂട്ടി ഒരു ചെറിയ ഒരു വാടക വീട്ടിലേക്ക് താമസം മാറി ഇരുണ്ട വെളിച്ചമുള്ള ഒരു റൂമിൽ ഞാൻ വളരെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഫോണിൽ ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട്. ഫോൺ അറ്റൻഡ് ചെയ്യാനും പേടി, അറ്റൻഡ് ചെയ്യാതിരിക്കാനും പേടി. അറ്റൻഡ് ചെയ്താൽ കാശ് കൊടുക്കാനുള്ള ആളുകൾ ഫോണിലൂടെ തെറി പറയുന്നു.
അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങോട്ട് നേരിട്ട് വന്ന് അങ്ങനെ തെറി പറയുന്നു. ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വളരെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് എന്റെ കൂട്ടുകാരും എന്റെ കുടുംബക്കാരും ഞാനുമായി ബന്ധമുള്ളവരും എല്ലാവരും എന്നെ മാറ്റിവെച്ച, എന്നോട് അവരൊക്കെ ബൈ ബൈ പറഞ്ഞ് പോയ ഒരു സമയത്ത്, ഞാൻ വിഷമിച്ചിരിക്കുന്ന സമയത്ത് എന്റെ ഭാര്യ ഞാനും ഒരു ദിവസം ആ റൂമിലിരിക്കുന്ന സമയത്ത് എന്റെ ഭാര്യ എന്റെ അടുത്ത് പറഞ്ഞു, മനുഷ്യ, ബിസിനസ്സിൽ പരാജയങ്ങൾ അല്ലെങ്കിൽ നഷ്ടങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. സാമ്പത്തിക നഷ്ടങ്ങൾ എന്ന് പറയുന്നത് ബിസിനസിന്റെ ഭാഗം, ഇറ്റ്സ് പാർട്ട് ഓഫ് ബിസിനസ്. അത് ബിസിനസിന്റെ ഭാഗമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങളൊരു നല്ല ബിസിനസ്സുകാരനാണെന്ന്, നല്ല സക്സസ്ഫുൾ ബിസിനസ്സുകാരനാണെന്ന് നിങ്ങൾ കഴിഞ്ഞ കാലത്ത് തെളിയിച്ചിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് പുതിയ എന്തെങ്കിലും ഒരു ബിസിനസ് നമുക്ക് തുടങ്ങാം, ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ അവരുടെ കഴുത്തിൽ അവസാനമായി ഉണ്ടായിരുന്ന ഒരു ചെയിൻ എടുത്ത്, ഒരു മാല എടുത്ത് ആ ഭർത്താവിന്റെ കയ്യിലേക്ക് കൊടുക്കുകയും വളരെ സങ്കടത്തോടെയാണെങ്കിലും വേറെ ഒരു വഴിയില്ലാത്തതുകൊണ്ട് ആ മനുഷ്യനത് സ്വീകരിച്ച് അദ്ദേഹം പുതിയ ബിസിനസ് തുടങ്ങാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു. എന്നിട്ട് ആ മനുഷ്യൻ എന്റെ അടുത്ത് പറഞ്ഞു, എന്റെ ഭാര്യ ഇത് പറഞ്ഞ സമയത്ത്, ലോകത്തുള്ള മുഴുവൻ ആളുകളും എന്നെ ഒറ്റപ്പെടുത്തിയ സമയത്ത്, എന്റെ പ്രിയപ്പെട്ട ഭാര്യ എനിക്ക് ഈ പിന്തുണ തന്ന് സംസാരിച്ച സമയത്ത്, പരാജയപ്പെട്ട എന്നെ അക്സെപ്റ്റ് ചെയ്ത എന്റെ ഭാര്യ, ആ ഭാര്യയുടെ അടുത്തേക്ക് ചെന്ന് ഞാൻ കെട്ടിപ്പിടിച്ച് കുറെ നേരം ഞാൻ കരഞ്ഞു. കാരണം ഈ ഭാര്യയെ എനിക്ക് മനസ്സിലാക്കാനായില്ലല്ലോ ഇതുവരെ എന്നുള്ള ഒരു സങ്കടം കൂടെ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ ഭാര്യയുടെ ആ സ്വർണ്ണം എടുത്ത് അല്പം കൂടെ കാശും സംഘടിപ്പിച്ച് പുതിയൊരു ബിസിനസ് ചെയ്യാൻ തുടങ്ങി. ഇന്ന് ഈ പറയപ്പെട്ട മനുഷ്യൻ, അദ്ദേഹം മലേഷ്യയിലും സിംഗപ്പൂരിലും ഒരുപാട് സ്ഥലങ്ങളിൽ ബിസിനസ് ചെയ്യുന്ന, കേരളത്തിലും UAE-യിലും അടക്കം ഒരുപാട് ബിസിനസ് ചെയ്യുന്ന ഒരു വലിയ പ്രമുഖനായ ഒരു ബിസിനസ്സുകാരനെ അദ്ദേഹം വീണ്ടും മാറിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെ ചിലപ്പോഴൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമുണ്ട്, അദ്ദേഹം ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ വീട്ടിലേക്ക് എത്താൻ വൈകുമെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ അദ്ദേഹം ഭാര്യയെ വിളിക്കും. എന്നിട്ട് അദ്ദേഹം ഭാര്യയോട് പറയുന്നത്, ഞാനൊരു അരമണിക്കൂർ ലേറ്റ് ആയിരിക്കും, നീ വേണമെങ്കിൽ കിടന്നോ, ഞാൻ വന്നിട്ട് വിളിച്ചോളാം. ഫോൺ കട്ട് ചെയ്തിട്ട് അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, എന്റെ എല്ലാം എന്റെ ഭാര്യയാണ്. അവൾ ഉണ്ടായത് കൊണ്ടാണ് ഇന്ന് ഞാൻ ഈ അവസ്ഥയിൽ എത്തിയിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇങ്ങനെയുള്ള ഒരു ഭാര്യയായി മാറാൻ നമുക്ക് സാധിച്ചാൽ, ഇങ്ങനെയുള്ള ഒരു ഭാര്യ വീട്ടിലുണ്ടെങ്കിൽ ആ ഭർത്താവ് ജോലി കഴിഞ്ഞാൽ നേരെ തന്നെ വീട്ടിലേക്കായിരിക്കും വരിക. പരാതിയുടെ കൂട്ടങ്ങളില്ലാത്ത, ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞ് ഭർത്താവിനെ ബുദ്ധിമുട്ടിക്കാത്ത ഒരു ഭാര്യ വീട്ടിലുണ്ടെങ്കിൽ, ഭർത്താവിനെ അറിഞ്ഞ് ഭർത്താവിന്റെ പ്രയാസങ്ങൾ പ്രത്യേകിച്ചും ഉൾക്കൊണ്ടുകൊണ്ട് പെരുമാറാൻ കഴിയുന്ന ഒരു ഭാര്യ വീട്ടിലുണ്ടെങ്കിൽ, ആ വീടെന്ന് പറയുന്നത് ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഒരു പൂന്തോട്ടമായിരിക്കും. ആ പൂന്തോട്ടത്തിലുണ്ടാകുന്ന ഒരുപാട് പുഷ്പങ്ങളായിട്ട് നമ്മുടെ മക്കൾ മാറും. അതിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കൂടുതൽ വിഷയങ്ങളുമായി അടുത്തടുത്ത എപ്പിസോഡുകൾ നമുക്ക് വീണ്ടും കാണാം. വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഹാപ്പി ലൈഫ് TV.